അപ്പോൾ ഇന്നൊരു ഓണം വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ തിരക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഓണമായിട്ട് നമ്മൾ പായസം രാവിലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പാൽ ഇപ്പോൾ ഇതാ ലാസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ മാവിലും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ഒഴിക്കാനേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശയും മുളക് ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പൂക്കളൊക്കെ വലിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഞാൻ കസിൻസിൻ്റെ അടുത്ത് വലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കണ തിരക്കിലായിരുന്നു. പിന്നെ ഇതാ വീട്ടിലുള്ള കുറച്ച് പൂക്കൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പൂക്കളം ഇടാൻ വേണ്ടി പോകുന്നത്. പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ല. നിത്യകല്യാണി, അതുപോലെ നന്ദിയാർവട്ടം, വാടാമല്ലി, ചെമ്പരത്തി, പിന്നെ കോളാമ്പി, അങ്ങനത്തെ കുറച്ച് പൂക്കൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. പൂക്കൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പൂക്കളായിട്ടാണ് ഇന്ന് വരയ്ക്കാൻ വേണ്ടി പോണത്. സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ചോക്ക് പീസൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു കുഞ്ഞ് ഡിസൈൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉള്ള പൂക്കൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിയും എല്ലാം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കണത്. പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആവണമെന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് ചേച്ചിമാരൊക്കെ വന്നിട്ട് നമുക്ക് സദ്യയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല അടിപൊളി സദ്യ, കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പായസം തന്നെ മൂന്ന് വകയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം അടിപൊളിയായിട്ട് കഴിക്കാൻ പോവാണ്. ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ കുറച്ച് പച്ചക്കറി ആയിട്ടുള്ളൊരു ഉപ്പേരുണ്ടായിരുന്നു, പയറുപ്പേരി, പിന്നെ ബീട്രൂട്ട് പച്ചടി കിച്ചടി എന്തോ ആണ്, പിന്നെ ഇഞ്ചിപ്പൊടി, പിന്നെ ഒരു ഇതെന്താ കറി അറിയില്ല, അവിയൽ, കൂട്ടുകറി, പിന്നെ ഒരു മസാലക്കറി, പിന്നെ ഇതെന്താണെന്നറിയില്ല, പിന്നെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി കഴിച്ചു. പിന്നെയും കുറച്ച് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ വിട്ടുപോയതാണ്. പിന്നെ ഇതൊക്കെ കൂടി നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. അതിനുശേഷം നമ്മുടെ ഒന്നാം പായസം ഒഴിക്കാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പപ്പടം കഴിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചിപ്സ് കിട്ടു, പിന്നെ ശർക്കര വരട്ടിയും വിട്ടുപോയി. അപ്പോൾ ഞാൻ ഒരുപാട് പപ്പടം കഴിക്കാത്തതുകൊണ്ട് കുറച്ച് പപ്പടവും അതുപോലെ തന്നെ കുറച്ച് പഴം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പാൽപ്പായസമാണ് കേട്ടോ, സേമിയ പാൽപ്പായസം കൂടെ ഇട്ടിട്ട് കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ചെറുപയർ പായസമാണ്. അതും പപ്പടവും കൂടെ കൂട്ടിയിട്ട് അതും കൂടെ കഴിച്ചതാണ്. നമ്മുടെ ഇല ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ ആകെ ഒന്ന് ക്ഷീണിച്ച് വന്നിട്ടുണ്ടായെങ്കിലും പിന്നെ നമ്മളെന്താ കുറച്ചൊരു ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് കസിൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഗെയിമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കസേര കളി, അതുപോലെ തന്നെ സുന്ദരിക്ക് പൊട്ടുകടൽ, അങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കളിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സംസാരിച്ച് കൊടുക്കണം. അതിന് ഇടയിൽ കൂടെ ഞങ്ങളത് വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കളിക്കാമെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഫസ്റ്റത്തെ ഗെയിം മ്യൂസിക്കൽ ചെയറാണ്. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ 2 ബോയ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുകടലും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴയും കൂടെ പെയ്തപ്പോൾ സന്തോഷമായിരുന്നു. കാരണം കുറേ ദിവസമായിട്ട് നല്ല ചൂടല്ലേ, സമ്മർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു മഴയും കൂടെ കിട്ടിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗപ്പി ഇട്ടേച്ചിരിക്കാനുണ്ട്. അപ്പോൾ കസിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഗപ്പി. അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ നൈറ്റത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാ കസിൻസും കൂടിയിട്ട് ഒരു ഫിലിം കാണുന്നത് വെച്ചാൽ മധുര മനോഹര മോഹം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫിലിം കാണുകയാണ്. അപ്പോൾ കുറച്ച് നേരം രാത്രിയാണ് കേട്ടോ കാണാൻ തുടങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു ഓണം വ്ളോഗ് ഇത്രയാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു തിരുവോണ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അവ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഓളാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.